നീറ്റ് വിവാദം പ്രവേശന പരീക്ഷാ സമ്പ്രദായത്തിന്റെ വിശ്വാസ്യതയെ ബാധിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരീക്ഷാ നടത്തിപ്പിൽ അട്ടിമറിയുണ്ടായത് അത്യന്തം ഗൗരവതരമായ വിഷയം. ഫലപ്രദമായ ഇടപെടലിന് കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തത് ആശ്ചര്യജനകം. കേന്ദ്ര സർക്കാർ ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. വിവരങ്ങളുമായി VS അനുരാഗ് ചേരുന്നു. അനുരാഗ്, ഈ നീറ്റ് ഇടപെടൽ ഇത് സുപ്രീം കോടതി പോലും ഇത് പരിഗണിച്ച വിഷയമാണ്, പിന്നീട് വിശദമായി പരിഗണിക്കാനായി മാറ്റിവെച്ചൊരു വിഷയമാണ്. മുഖ്യമന്ത്രി എന്തൊക്കെയാണ് പറയുന്നത്? നീറ്റ് UG പരീക്ഷാ ഫലത്തെ പറ്റി ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ രാജ്യത്തെ പ്രവേശന പരീക്ഷാ സമ്പ്രദായത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്ന കാര്യമെന്നാണ് മുഖ്യമന്ത്രിയുടെ ആരോപണം. പരീക്ഷയുടെ നടത്തിപ്പിൽ അട്ടിമറി ഉണ്ടായത് അത്യന്തം ഗൗരവകരമായ വിഷയമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഫലപ്രദമായ ഇടപെടൽ കേന്ദ്ര സർക്കാർ നടത്തുന്നില്ല എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അത് ആശ്ചര്യജനകമായ കാര്യം കൂടിയാണ്. നേരത്തെ ഉണ്ടായിരുന്ന സംസ്ഥാന തലത്തിലുള്ള മെഡിക്കൽ പ്രവേശന പരീക്ഷകൾ നിർത്തലാക്കി ദേശീയ തലത്തിൽ നീറ്റ് പരീക്ഷ കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാന സർക്കാരുകൾ കുറ്റമറ്റ രീതിയിലായിരുന്നു ഈ മെഡിക്കൽ പ്രവേശന പരീക്ഷകൾ നടത്തിയിരുന്നത്. പക്ഷേ ഈ ചോദ്യപേപ്പർ ചോർച്ചയും ഗ്രേസ് മാർക്ക് സംബന്ധിച്ച വിവാദം ഉൾപ്പെടെ ഗുരുതര വീഴ്ചകളാണ് ഈ വർഷം നീറ്റ് പരീക്ഷയിൽ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇത് സംബന്ധിച്ച് തൃപ്തികരമായ വിശദീകരണം നൽകാൻ പോലും കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ പരീക്ഷ നടത്തുന്ന ഏജൻസിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുന്നത്. രാജ്യത്തെ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ ഭാവി വച്ച് പന്താടുന്ന സമീപനമാണ് അധികാരികൾ തുടരുന്നത്. ഒളിച്ചുകളി കേന്ദ്ര സർക്കാർ എത്രയും വേഗം അവസാനിപ്പിക്കണം. അതിനൊപ്പം സമഗ്രമായ അന്വേഷണം നടത്തി ആശങ്കയ്ക്ക് പരിഹാരം കാണണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത്. ശരി അനുരാഗ്, നീറ്റ് പരീക്ഷയുടെ കാര്യക്ഷമതയെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. നീറ്റ് പ്രവേശന പരീക്ഷാ സമ്പ്രദായത്തിന്റെ വിശ്വാസ്യതയെ ബാധിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി എടുത്തു പറയുന്നത്. ഒപ്പം പരീക്ഷാ നടത്തിപ്പിൽ അട്ടിമറി ഉണ്ടായത് ഗുരുതരമായ സ്ഥിതിവിശേഷമെന്ന് കൂടി മുഖ്യമന്ത്രി പറയുന്നു. VS അനുരാഗാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്.